അല്ല പോകുമ്പോൾ ഇടുന്ന എന്തോ കൊണ്ടുപോയിനാ? എന്റെ 10-60 സ്വർണ്ണവും ഇല്ല ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോയത്. എന്റെ കാറും കൊണ്ടുപോയിനി. കാറും കൊണ്ടുപോയിനാ? നിങ്ങ ഏടുണ്ടായിന് അറിയണ്ട. അപ്പൊ ആരൊക്കെ പോയത് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടാ? അതാടാ രായട്ടനൊക്കെ പണിക്ക് വന്ന ബംഗാളിയില്ലേ, ഓനപ്പുറം. ബംഗാളിന്ന് വെച്ചാ? അയ്യോ, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഒരു കാര്യം. അതുമല്ല, നാട്ടിൽ നിന്ന് ഏടിന് പെണ്ണിട്ടതിന്റെ ഞാൻ കൊടകുന്ന് വെച്ചത്. അതും ഇങ്ങനെ. ഹലോ, ആടണ്ടാ? ഞാനിപ്പോ ഒന്ന് വിടലാട്ടാ, വിടല ഞാൻ വന്നിട്ട് വിട്ടാ മതി. ഓക്കെ 5 മിനിറ്റ്. ശരി. ഓക്കെ. ലിജിനും വിനോട്ടും കൂടി ആളാളെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഒന്ന് കാര്യങ്ങൾ നിങ്ങൾ വരേണ്ടത് നാട്ടുകാർ അധികം അറിഞ്ഞിട്ടേത്, കുറച്ച് ആൾക്കാരെ അറിഞ്ഞിട്ടു. ഞാൻ പോയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിച്ച് ഞാൻ നിങ്ങളെ വിളിക്കാം. അപ്പൊ വന്നാൽ മതി കേട്ടാ. ഇടുക്ക്. ഓക്കെ വിളിക്കാം. ഞാൻ വിളിക്കാം. നിക്ക് എന്തിന്റെ കേട് സംഗീത? ആ വീട്ടിൽ നിനക്ക് എന്തിയ ഒരു കുറവുണ്ടായിനി? വലിയ ബംഗ്ലാവ് പോലത്തെ വീടുണ്ട്, ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, വലിയ സ്വത്തുണ്ട്. ഇതെല്ലാം ഇട്ടുണ്ട് ഈ എറണാകുളം ബംഗാളിൽ വെച്ച് നീ പോന്നു. ഇതെല്ലാം ശരി നിനക്ക് തോന്നുന്നുണ്ടാ? അഗി, നിന്റെ ഈ നാരായണൻ ഇതുവരേക്കും ചോറ് വെച്ചിനോ ചായ കുടിച്ചിനോ ചോദിച്ചിട്ടില്ല. അതെന്റെ ഈ ബംഗാളിയേട്ടൻ എപ്പോഴും ഫോൺ വിളിക്കും, എപ്പോഴും ചോദിക്കും. അതാണ് സ്നേഹം, അറിയോ? ഓ അത് ശരി. ഈ ചായ കുടിച്ചോ ചോറ് കഴിച്ചോന്ന് ചോദിക്കുന്നില്ല സ്നേഹമില്ലത്. ഗാഡി ചലോ. ചെന്തെന്ന് വിനോട്ട് ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊരു അവസ്ഥ അല്ലേ? പാവാ നാരാട്ടൻ. വിനോട്ടക്കന്നല്ലേ? അകി, നിനക്ക് ഈ പെണ്ണുങ്ങളെ സൈക്കോളജി അറിയാനാണ്. കൂടുതൽ സ്നേഹം കിട്ടുന്നിടത്തേക്ക് അവരെ മനസ്സ് ചായും. കുട്ടാ, ഈ ചായ കുടിച്ചോ ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുന്നതെല്ലാം ദാമ്പത്യ ജീവിതത്തിൽ ഇത്ര പ്രാധാന്യം ഉണ്ടല്ലേ? ഹലോ, നീ എടില്ലേ? ചായ കുടിച്ചോ? അല്ല ചോറ് കഴിച്ചോ? ഇല്ല, ഒന്നുമില്ല, വെറുതെ വിളിച്ചത്. ശരി ഓക്കെ. നീ ആരാ വിളിക്കുന്നത്? ഞാൻ എൻ്റെ ഓളെ വിളിച്ചത്. വീട്ടിൻ്റെ അപ്പുറം 2 ബംഗാളികൾ പെയിന്റിന് പണിക്ക് വന്നിട്ടുണ്ട്. നമ്മളായിട്ട് എന്ത് റിസ്ക് എടുക്കുന്നത്? ഹലോ കേട്ടോ.